ഹായ് ഫ്രണ്ട്സ്, ഈയിടെ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ലീവാണ് ഈ ഒരു റഫിൾ സ്ലീവ് എന്ന് പറയുന്നത്. അത് ഇതുപോലത്തെ ജോർജറ്റ് പോലെയുള്ള ഒഴുകി കിടക്കുന്ന തുണികളിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗിയുള്ളത്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അത് മാത്രമല്ല, അതൊരു അംബ്രല കട്ട് ഫ്രോക്കാണ്. ഇതിന് മുമ്പ് നമ്മൾ അംബ്രല കട്ട് ഫ്രോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഫ്രോക്കായിരുന്നു. ഇത് വന്നിട്ട് നമ്മൾ ഒരേ ഒരു പീസിൽ തന്നെ അംബ്രല കട്ട് ഫ്രോക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആ രണ്ട് മോഡലും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ എൻ്റെ സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല, അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് കുറേ പേര് കാണുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റഫിൾ സ്ലീവ് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ നേരിട്ട് തുണിയിലേക്ക് കൊടുക്കാതെ നമ്മളിവിടെ ഒരു പേപ്പറിലാണ് ഇത് മാർക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ തുണിയിലേക്ക് ഇത് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ 10 വയസ്സായ ഒരു കുട്ടിയുടെ അളവിനാണ് ചെയ്ത് കാണിക്കുന്നത്. ഇതിനു മുമ്പും ഞാനൊരു ഓണത്തിൻ്റെ ഒരു ഫ്രോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഓർഗാൻസ ഫ്രോക്ക്. അപ്പോൾ അതും 10 വയസ്സായ കുട്ടിക്ക് തന്നെയാണ്. അപ്പോൾ 9 to 10 വയസ്സായ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയൊരു മെഷർമെൻറ്റാണ് ഇവിടെ പറയുന്നത്. അതിനായിട്ട് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളത് 5.5 ഇഞ്ചാണ്, സീം അലവൻസ് അടക്കമാണ്. അതുപോലെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 2.25 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് തയ്ച്ച് വരുമ്പോൾ 2.5 ഇഞ്ചായിട്ട് വരും. ഇനി നമ്മളുടെ ആം ഹോളാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 5.25 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 5.25 ഇഞ്ച് കൊടുത്തു. ഇവിടെയും നമ്മൾ കറക്റ്റായിട്ട് 5.5 ഇഞ്ചല്ലേ എന്ന് ചെക്ക് ചെയ്ത ശേഷം ഇതുപോലെ ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ്. ആ ഒരു ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4/1 കണ്ടിട്ട് 3/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ നിങ്ങൾക്ക് ഈസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം 1.5 ഇഞ്ച്. അപ്പോൾ എനിക്കിവിടെ 7.25 ഇഞ്ചും 1.5 ഇഞ്ചുമാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നെക്ക് വിഡ്ത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഫ്രണ്ടിൽ 4ഉം ബാക്കിൽ 3.5 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫ്രണ്ടിൽ 4 ഇഞ്ചും ബാക്കിൽ 3.5 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെയാണ് ചെറിയൊരു ഡിഫറൻസ് നമുക്ക് കൊടുക്കാനുള്ളത്. ഇനി ഈ നെക്ക് നമ്മൾ ഇതുപോലെ 2.25 ഇഞ്ചിൽ വരച്ച ശേഷം നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ആം ഹോളിൻ്റെ ലൈനിലും അതുപോലെ നെക്കിൻ്റെ ലൈനിലും നമുക്ക് താഴേക്ക് ഒരു 2.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മുതലാണ് നമ്മുടെ ആം ഹോളും അതേപോലെ നെക്കും നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പം നേരിട്ട് ഇത് തുണിയിലേക്ക് ആക്കുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഇതുപോലെ ഒരു പേപ്പറിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റുന്നത്. ഇനി നിങ്ങൾക്ക് നെക്കിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ ആം ഹോൾ ഞാൻ ഇതേപോലെ വരയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാനൊന്ന് കുഴിച്ച് വരച്ചു. പിന്നെ നമുക്ക് ഇതൊരു സ്ലീവ്ലെസ് പോലെ നിൽക്കുന്ന ഒരു ഡ്രസ്സ് ആയതുകൊണ്ട് ഒരുപാട് കുഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വലിയ ആൾക്കാർക്കൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് അത്ര ഇതായിട്ട് തോന്നില്ല. പിന്നെ കുറച്ചൊന്ന് കയറ്റിയിട്ടാണ് വരച്ചിട്ടുള്ളത്, ഒരുപാട് വളച്ച് വരയ്ക്കുന്നില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ മെഷർ ചെയ്ത് നോക്കുകയാണ് എനിക്ക് വേണ്ട ആം റൗണ്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇനി നമുക്ക് നെക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിൽ ജസ്റ്റ് ഇതുപോലെ ഒരു നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഇത് ചെയ്ത ശേഷം ഞാൻ ഡിസൈൻ എന്തെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമുക്ക് 9.5 ഇഞ്ചിലാണ് ഷേപ്പ് ലെങ്ത്ത് വരുന്നത്. അതേപോലെ ഏകദേശം 12 ഇഞ്ചിലാണ് നമുക്ക് ആ ഒരു ബോഡി പാർട്ടിൻ്റെ ഒരു ലെങ്ത്ത് വരാറുള്ളത്. അപ്പോൾ അതുവരെയുള്ള മാർക്കിങ് നമുക്ക് മതി. അത് കഴിഞ്ഞാൽ നമുക്ക് ഷേപ്പ് ലെങ്ത്ത് വരെയുള്ള തന്നെ മതി ഏകദേശം. അപ്പോൾ നിങ്ങളൊരു 10 ഇഞ്ച് വരെയുള്ള മാർക്കിങ് എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ പിന്നെ എത്രയാണോ നമുക്ക് വിരിവ് കൂട്ടേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഫ്ലെയറിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക, അംബ്രല കട്ടായതുകൊണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇവിടെയും നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ഭാഗം കണ്ടിട്ട് ഒരു 1/2 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും ഇട്ടിട്ടുണ്ട്. ബാക്കി നമ്മളിതാ ഞാനിങ്ങനെ ജസ്റ്റ് ആ പേപ്പറിൽ ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ. തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് എത്രയാണോ നമ്മുടെ ക്ലോത്തിൻ്റെ വിഡ്ത്തുള്ളത് അത്രയും നമുക്ക് കൂട്ടിയെടുക്കാം. ഇനി ഇതേപോലെ നമുക്ക് ബാക്ക് പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങാം. അതിനുശേഷം അത് വെച്ച് നമ്മുടെ ലൈനിങ് ഒക്കെ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് പിന്നെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോട്ടൺ ലൈനിങ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു സിൽക്കി ടൈപ്പ് ലൈനിങ്ങും ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിലുള്ള ജോർജറ്റിന് പറ്റിയൊരു ക്രേപ്പ് ലൈനിങ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുപോലെ സാറ്റിനും എനിക്ക് അത്ര എക്സാക്റ്റ് കളർ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ വേറെ 2 ലൈനിങ്ങാണ് വെക്കുന്നത്. താഴെ കോട്ടണും അതിൻ്റെ തൊട്ട് മേലായിട്ടൊരു സിൽക്കി ടൈപ്പ് ഒരു തുണിയുണ്ട് എൻ്റെ കയ്യിൽ, അതാണ് വെക്കുന്നത്. അപ്പോൾ ഈ കോട്ടൺ ലൈനിങ് നിങ്ങൾ വെക്കുമ്പോൾ ഈ പാറ്റേൺ വെക്കുന്ന സമയത്ത് ഒരു 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇറക്കിയിട്ട് വേണം അങ്ങനെ വെക്കാൻ, കാരണം അവിടുത്തെ സീം അലവൻസ്. ഇനി നമ്മുടെ ലെങ്ത്ത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത ശേഷം ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇതേപോലെ ഷേപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. അതിൽ വേറെ പ്രത്യേകിച്ച് നമുക്ക് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഷേപ്പിൻ്റെ അവിടെ നിന്ന് നിങ്ങൾക്ക് എത്ര വിരിവ് വേണോ അത്രയും നിങ്ങൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബാക്ക് നെക്കാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ബാക്ക് നെക്ക് മാത്രം ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രണ്ട് നമ്മൾ പിന്നീട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ലെങ്ത്ത് ഫ്രോക്കിൻ്റെ എത്രയാണോ ലെങ്ത്ത് അതിനെക്കാട്ടിലും 1-2 ഇഞ്ച് കുറച്ചിട്ട് നിങ്ങൾ ലൈനിങ് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇവിടെ 2.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒരു ഷേപ്പ് ഞാനിങ്ങനെ കൊടുത്തു വയ്ക്കുകയാണ് ഫ്രണ്ടിന്. അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ ഞാൻ ആ സിൽക്കി ടെക്സ്ചറുള്ളൊരു തുണിയുണ്ട്, അതും കൂടി അങ്ങനെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ട് നമ്മുടെ അംബ്രല്ല കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു നല്ലൊരു പാരറ്റ് ഗ്രീൻ കളറിലുള്ള സിൽക്കി ജോർജറ്റാണ്, ഷൈനിങ് ജോർജറ്റ് എന്ന് പറയില്ലേ, ആ ഒരു ജോർജറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അത് ഞാനിവിടെ എനിക്ക് ടേബിളിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ താഴെ ഇതേപോലെ 2 മടക്കിയിട്ടുണ്ട്. ഇത് ആക്ച്വലി 2.5 മീറ്റർ തുണിയുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. 2.5 മീറ്റർ ക്ലോത്ത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2.5 മീറ്റർ തുണിയെ ഞാൻ നേരെ മടക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അംബ്രല്ല കട്ടൊക്കെ ചെയ്യുന്ന പോലെ ഇതേപോലെ നമ്മൾ കോണോട് കോണൊന്ന് മടക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നമുക്ക് 4 ലെയറായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യം ഒന്ന് നമ്മൾ 2.5 മീറ്റർ ക്ലോത്തിനെ നേരെ ഒന്ന് ഹാഫാക്കി മടക്കി അതിന് ശേഷം ഇതുപോലെ കോണോട് കോൺ വെച്ചു. ഇനി നമ്മുടെ ആ പാറ്റേൺ ഉണ്ടല്ലോ, ആ പാറ്റേൺ എവിടെയാണോ ആ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം, അതേ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം വേണം നമ്മളുടെ സൈഡിലേക്ക് വെക്കാൻ. എന്നിട്ട് പാറ്റേണിൻ്റെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം ഇതുപോലെ വെച്ച ശേഷം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷേപ്പ് വരെ നിങ്ങൾ ഏകദേശം മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ നമുക്കിനി ലെങ്ത്താണ് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്താണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഷോൾഡർ സ്ട്രാപ്പിൻ്റെ അവിടെ നമ്മൾ 2.5 ഇഞ്ചാണല്ലോ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തത്. അപ്പോൾ ആ 2.5 ഇഞ്ച് ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്തിൽ നിന്ന് നിങ്ങൾ കുറയ്ക്കണം. അതോടൊപ്പം നിങ്ങൾ 1 ഇഞ്ച് കൂട്ടുകയും ചെയ്യണം. അതിൻ്റെ അർത്ഥം താഴെ മടക്കി അടിക്കാൻ ഒരു 1/2 ഇഞ്ചും, അതേപോലെ ഷോൾഡറിൻ്റെ അവിടെ നിങ്ങൾ ഈ ഒരു പാറ്റേൺ വെക്കുമ്പോൾ നമ്മളുടെ ലൈനിങ്ങിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇറക്കി വെച്ച പോലെ തന്നെ ഇവിടെയും നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇറക്കിയിട്ട് വേണം വെക്കാൻ. അപ്പോൾ ആ മുകളിലുള്ള ഒരു 1/2 ഇഞ്ചും താഴെയുള്ള ഒരു 1/2 ഇഞ്ചും നിങ്ങൾ കൂട്ടുകയും വേണം, 2.5 ഇഞ്ച് കുറയ്ക്കുകയും വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കിവിടെ 35 ഇഞ്ചാണ്. അപ്പോൾ ഞാനത് ഇതേപോലെ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഈ ക്ലോത്തിൻ്റെ വിഡ്ത്ത് 46 ഇഞ്ചസ് എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് കിട്ടി. അതല്ല നിങ്ങൾക്ക് എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ വിഡ്ത്ത് കൂടുതലുള്ള ഫാബ്രിക് എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഒരു തവണ മാർക്ക് ചെയ്ത് വെച്ച ശേഷം പിന്നെ ഇതേപോലെ നമ്മൾ ഈ ഒരു കോർണറിൽ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് പോവാൻ. അപ്പോൾ കോർണർ തൊട്ടിട്ട് നമ്മുടെ എത്രയാണോ ലെങ്ത്ത് ഉള്ളത് അത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഫാബ്രിക് നിങ്ങൾക്ക് ഇതുപോലെ കട്ടില്ലാതെ, അതായത് അടിയിലൊരു എക്സ്ട്രാ ജോയിൻ്റ് ഒന്നും വരാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും 60 ഇഞ്ചിൻ്റെ ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ 1 കട്ട് അമ്പറിലേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ വിട്ട് കൂടിയ ഫാബ്രിക്കിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മളുടെ ആ ഒരു പോർഷൻ, ഫ്രോക്കിൻ്റെ പോർഷൻ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് സ്ലീവാണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് 2.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ആ 2.5 ഇഞ്ച് 2 സൈഡിലേക്കും, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2.5 ഇഞ്ചും പ്ലസ് അതിൻ്റെ കൂടെ 2 സൈഡും ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ചും കൂടി ചേർത്തിട്ട് ടോട്ടൽ നമുക്ക് 6 ഇഞ്ചാണ് വേണ്ടത്. ഓക്കെ, അതാണ് കണക്ക്. പക്ഷേ വിഡ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. കാരണം ഇതുപോലെ നമ്മൾ റഫിൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വിഡ്ത്ത് ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. അപ്പം ഞാനിവിടെ 6 ഇഞ്ചിന് പകരം ഒരു 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു തെന്നിപ്പോകുന്ന ക്ലോത്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 2 കൈയിനും മടക്കി വയ്ക്കുമ്പോൾ 17.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ 35 ഇഞ്ച് വീതം 2 കൈയിനും ഓരോ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 7 ഇഞ്ച് ലെങ്ത്തും 35 ഇഞ്ച് വിഡ്ത്തുള്ള 2 പീസ് ഫാബ്രിക്കാണ് നമ്മൾ സ്ലീവിന് വേണ്ടി എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്